ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയൽ ഐബിസ് പെയിൻറ്റെക്സ് ഉപയോഗിച്ച് സ്ക്രിബിൾ ആർട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. എന്നാൽ പിന്നെ നേരെ ട്യൂട്ടോറിയലിലേക്ക് പ്രവേശിക്കാം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ്, പ്രസ് ദി ബെൽ ഐക്കൺ. ഇനി നേരെ ഐബിസ് പെയിൻറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഐബിസ് ഓപ്പൺ ചെയ്തു. താഴെ കാണുന്ന ആ പ്ലസ് ഐക്കൺ കൊടുത്തു, ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ആദ്യം തന്നെ റെഫറൻസ് ഫോട്ടോ അല്ല ആഡ് ചെയ്യുന്നത്. എനിക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു കളറായിട്ട് ഹൈ ക്വാളിറ്റിയുള്ള ഒരു പിക്ചറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്ന് സേവ് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എക്സ്ട്രാക്ട് ലൈന് വേണ്ട, ക്യാൻസൽ അടിക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ലെയറിൻ്റെ സെക്ഷനിലേക്ക് വരാം. ലെയറിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാമറേൻ്റെ ഐക്കൺ കാണാം. അവിടെ പ്രസ് ചെയ്താൽ നമുക്ക് നേരെ ഇമ്പോർട്ട് പിക്ചറിലേക്കാണ് വരിക. അവിടെ ഇമ്പോർട്ട് പിക്ചറിലേക്ക് വന്നതിന് ശേഷം ഗാലറിയിൽ നിന്നും ഡ്രോയിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. അത് ഞാൻ ഈ ഒരു ക്യാൻവാസിൽ ഫുൾ ഫില്ല് ചെയ്യുന്നില്ല, പകരം അത് സെൻട്രലാക്കി വെച്ച് സ്ക്രിബിൾ ആർട്ട് ആയതുകൊണ്ട് തന്നെ ഒറ്റവര ടൈപ്പിലായിരിക്കും നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യുക. അപ്പോൾ അതിന് സൈഡിൽ കുറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് സെൻട്രലാക്കി ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്തതിന് എക്സ്ട്രാക്ട് ലൈൻ ചോദിക്കും, അത് ഒഴിവാക്കുകയാണ്. ക്യാൻസൽ കൊടുത്തു. അതുപോലെ പുതിയ ലെയർ സെലക്ട് ചെയ്തു, അത് ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ മേലേക്ക് വെച്ചു. അതുപോലെ നമ്മൾ റെഫറൻസിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യുന്ന ലൈൻസ് മനസ്സിലാവാനാണ്. ഇനി നേരെ ബ്രഷിലേക്ക് വരിക. ഇവിടെ ബ്രഷ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രിബിൾ ആർട്ടിന് അനുയോജ്യമായൊരു ബ്രഷാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ സോഫ്റ്റ് ഡിപ്പ് പെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ലൈന് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഞാൻ അതിനായിട്ട് വൈറ്റ് കളർ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമുക്കത് സൂം ചെയ്യുന്നതിനനുസരിച്ചിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 3.0 പിക്സലാണ് ഡ്രോയിങ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെബിലൈസർ ഞാൻ ഓണാക്കുന്നില്ല, ജസ്റ്റ് ഓണാക്കി നോക്കിയതാണ്, ഓഫാക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ചിട്ടാണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ അതിന് ടെസ്റ്റ് ചെയ്തു. ഇവിടെ ഞാനൊരു 20% ഒപ്പാസിറ്റി ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആ ഒരു 20% ഒപ്പാസിറ്റി ആഡ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ആ ഒരു വൈറ്റ് വരുന്ന ആ ഫേസിൽ മുഴുവനായി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കറക്റ്റായിട്ട് ആ ഒരു ഫേസിൽ മുഴുവനായി സെറ്റ് ചെയ്ത് കൊടുക്കണം, ഓവറായിട്ട് വരാനും പാടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു 20% ഇപ്പോൾ സ്ക്രിബിൾ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് പ്രോസസ്സാണ് ഇത്. അപ്പോൾ ഈ സെയിം പ്രോസസ്സ് തന്നെയായിരിക്കും മുഴുവനായി ചെയ്യുന്നത്. അത് ഹെയറിലായാലും ശരി, ഐയിലായാലും ശരി, നോസിലായാലും ശരി, മുഴുവനായിട്ട് ഈ ഒരു പ്രോസസ്സായിരിക്കും. ഡ്രസ്സിലായാലും ഈ ഒരു പ്രോസസ്സാണ്. ഫസ്റ്റ് 20, അതല്ലെങ്കിൽ ഒരു 30 സൈസിലൊക്കെ ആഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഫേസിൽ നമ്മൾ മുഴുവനായിട്ട് ആഡ് ചെയ്ത് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. ഓക്കെ, ഇതുപോലെ 20% ഇട്ടിട്ട് ഫസ്റ്റ് ഒരു ഷെയ്ഡിങ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും അതിൻ്റെ സൈസ് കൂട്ടണം. അപ്പോൾ അതിനായിട്ട് ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് 30% എടുക്കാം. എന്നിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം 30 ഞാൻ കൂട്ടിയിട്ടുണ്ട്. 30, 40, 45% ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പിക്ചറിന് അനുയോജ്യമായ രീതിയിൽ ഹൈലൈറ്റും കാര്യങ്ങളും വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു 30 അല്ലെങ്കിൽ 45% ഒപ്പാസിറ്റി കൂട്ടി വെച്ചിട്ട് അത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു കളറ് കൂടും, അതിൻ്റെ കളറൊന്നും കൂടും, ഹൈലൈറ്റിംഗ് ആകും. അപ്പോൾ അത് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആ സെക്കൻഡ് ഷെയ്ഡിങ് കഴിഞ്ഞു. ഇനിയിപ്പം ഫോർത്ത് ഷെയ്ഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അതിനെ വീണ്ടും ഒപ്പാസിറ്റി കൂട്ടുകയാണ്. അപ്പോൾ അതിനെ 65-70 ആക്കി എടുക്കാം ഒപ്പാസിറ്റി. അപ്പോൾ നമ്മൾ ആ ഒരു ഡ്രോയിങ്ങിൻ്റെ ഹൈലൈറ്റിങ് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് കിട്ടുന്ന പോലെ ഒരു എന്താ പറയുക 3D പോലെ കിട്ടാനാണ്, കുറച്ചുകൂടി നല്ല എടുത്ത് പിടിച്ച് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒപ്പാസിറ്റി കൂട്ടിയും കുറച്ച് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഷെയ്ഡിങ് ആണ്, വൈറ്റ് തന്നെയാണ്. വൈറ്റിൻ്റെ ഒപ്പാസിറ്റി ഒരു 65 അല്ലെങ്കിൽ 70% ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ, ഇനി ഞാനിവിടെ പെർസെൻറ്റേജ് കൂട്ടാണ്. അപ്പോൾ അഞ്ചാമത്തെ ഷെയ്ഡിങ്ങിലേക്കാണ് കിടക്കുന്നത്. അത് ഞാനൊരു 80% ആഡ് ചെയ്തിട്ടുണ്ട്. അതും അത് വൈറ്റ് കളർ തന്നെ 80% ഒപ്പാസിറ്റി കൂട്ടി. അപ്പോൾ ആ ഒരു ഫേസിലേക്ക് വീണ്ടും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് 80% ആണ് ബ്രഷിൻ്റെ ഒപ്പാസിറ്റി ഇട്ടിരിക്കുന്നത്. ഇനി ചെയ്യുന്നത് നേരെ ബ്രഷിൻ്റെ സൈസ് 100 മാറ്റി അത് ഫുൾ സൈസിൽ ഫുൾ ഒപ്പാസിറ്റി മുഴുവനായി കൂട്ടി വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ചെയ്യുന്നത്. അത് ഡയറക്റ്റായിട്ട് ഹൈലൈറ്റിങ് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഭാഗത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഫേസിൽ ആ ഒരു വൈറ്റ് ഭാഗത്തേക്ക് നമ്മൾ പൂർണ്ണമായും കളറുകൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫേസിൻ്റെ ആ ഒരു കളറിങ് കഴിഞ്ഞു. ഇനി ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഫേസിലേക്ക് ചെറിയൊരു കൊത്തും കലയും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെറുതെ ചുമ്മാ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഓക്കെ, അങ്ങനെ ആ ഒരു ഡോട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം റെഫറൻസ് ഞാൻ അൺഹൈഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ ഹെയറിൽ നിന്നും ആ ഒരു ഗ്രീൻ കളർ വയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പം ഗ്രീൻ കളർ നിങ്ങൾക്ക് ഡാർക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നേരെ കളർ പാലറ്റിലേക്ക് വന്നിട്ട് അതിൻ്റെ ലൈറ്റ്നെസ് കൂട്ടി കൊടുത്താൽ മതി. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒപ്പാസിറ്റി കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 30 അല്ലെങ്കിൽ ഒരു 35 ആഡ് ചെയ്തിട്ട് ഓക്കെ, അത് ഡയറക്റ്റ് ആ ഒരു ഹെയറിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. 30 പിന്നെ ഒരു 50-60 ആഡ് ചെയ്യുക, പിന്നെ ഒരു 80 പിന്നെ ഒരു 100 അങ്ങനെയാണ് ചെയ്യുന്നത്. ഒപ്പാസിറ്റീൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു സ്ക്രിബിൾ ആർട്ട് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഏകദേശം സ്ക്രിബിൾ ആർട്ടും ഈ ഒരു മെത്തേഡിലാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം 30 ഇട്ടതിന് അടുത്തതൊരു 65 ഇടുക, അല്ലെങ്കിൽ ഒരു 15 ഇടുക, അല്ലെങ്കിൽ 60 ആഡ് ചെയ്യുക. അങ്ങനെ കൊടുത്ത് പോയാൽ മതി. അപ്പോൾ ഒപ്പാസിറ്റി കൂട്ടുന്നതിലും കുറയ്ക്കുന്നതിലല്ല കാര്യം, കറക്റ്റായിട്ടുള്ളൊരു ലൈറ്റിങ് അതിൻ്റെ അകത്ത് വരിക എന്നുള്ളതാണ്. അപ്പം കറക്റ്റായിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഹെയറിൻ്റെ ആ ഒരു കളർ അപ്ലൈ ചെയ്ത്, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒപ്പാസിറ്റീൻ്റെ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എഫക്റ്റിൽ സ്ക്രിബിൾ ആർട്ട് ലഭിക്കും. ഇനി ചെയ്യുന്നത് ഷർട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഷർട്ടിലെ ആ ഒരു കളർ പിക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കളറൊന്ന് ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഡാർക്ക് കളറാണ് കിട്ടിയത്, അപ്പോൾ ഒന്നുകൂടി ഹൈലൈറ്റിംഗ് കളറിലേക്ക് മാറ്റി നേരത്തെ ചെയ്തതുപോലെ 30 ഒരു ഒപ്പാസിറ്റി ആഡ് ചെയ്ത് കൊടുക്കുക. അത് പിന്നീട് 50-55 ആഡ് ചെയ്യുക. അതുപോലെ വീണ്ടും 60 അല്ലെങ്കിൽ 80 ആഡ് ചെയ്യുക. അതുപോലെ 100 അങ്ങനെ ഓരോ ഭാഗങ്ങളും ചെയ്യുമ്പോഴും ഇങ്ങനെ ഒപ്പാസിറ്റീൻ്റെ മേലെയാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. ആ ഒരു 3D ലുക്ക് കിട്ടാനാണ്. അല്ലാതെ ഡയറക്റ്റ് ഒരു കളർ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആ ഒരു ഫീലിംഗ് ലഭിക്കില്ല എന്നുള്ള ആ ഒരു ഡ്രോയിങ്ങിന്. അപ്പം നമ്മൾ വീണ്ടും ഒപ്പാസിറ്റി കൂട്ടി വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഷെയ്ഡിൻ്റെ ലൈന്, ആ ഒരു ഷാഡോസ് കടന്നു പോകുന്ന ഭാഗത്തിൽ കൂടി മാത്രമാണ്. കാരണം ഇപ്പോൾ ഹൈലൈറ്റിങ് ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗത്താണ് ഇപ്പോൾ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിന് പ്രത്യേക ചൊറച്ചിട്ടോ ഇതൊന്നുമില്ല. ലൈന് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചൊറച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, വരകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെയിനായി ഒരു കുത്തി വരെയാണ്, നമുക്ക് ഒരു എന്താ പറയുക വലിയൊരു ഡീറ്റെയിലിംഗ് ഒന്നും ഇതിനില്ല.
ഇപ്പോഴുള്ള പെർസെൻറ്റേജ് 74 ആണ്. അപ്പോൾ നേരത്തെ പെർസെൻറ്റേജ് 80 എന്നുള്ള പറഞ്ഞത് സംഗതി നിങ്ങൾക്ക് ആ ഒരു ആഡ് ചെയ്യുന്ന കളറിനനുസരിച്ചിരിക്കും ആ ഒരു ഹൈലൈറ്റിങ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറക്കാൻ കൂട്ടാം. അതിലിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 80 തന്നെ എടുക്കണമെന്നില്ല. ഓക്കെ, ഞാനിപ്പം നേരത്തെ ഫസ്റ്റ് ടൈം പറഞ്ഞത് 80 എന്നാണ്. ഇവിടെ 70, 26 അങ്ങനെ ആ ഒരു കണക്കിലൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഷർട്ടിൻ്റെതും കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഹൈലൈറ്റിങ് സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ബ്ലാക്ക് സ്ഥലത്തെ വിട്ടതാണ്, ഹൈലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ലൈറ്റിങ് വരുന്ന ഭാഗത്ത് മാത്രം കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ആ ഉള്ളിലത്തെ ആ ഒരു യെല്ലോ ഷർട്ടിൻ്റെ ആ ഒരു കളർ ആഡ് ചെയ്യാണ്. ഓക്കെ, അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ 30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് ഒരു 25 to 30% ഫസ്റ്റത്തെ ആ ഒരു കളർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും ലൈറ്റ് കളറാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ക്രിബിൾ ആർട്ട് ചെയ്യുമ്പോൾ ലെയറിൻ്റെ ഇതൊന്നും നോക്കണ്ട, ഒരു ലെയറിൽ തന്നെ നിങ്ങൾക്ക് മുഴുവനായി ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഒപ്പാസിറ്റി ഞാൻ വീണ്ടും കൂട്ടിയിട്ടുണ്ട്, 50 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ സൈസിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഹൈലൈറ്റിങ് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടതില്ല, ചെറിയ ഭാഗത്ത് ലൈറ്റ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഭാഗത്ത് ഹൈലൈറ്റിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നേരെ ഡ്രസ്സിലേക്കാണ് വരേണ്ടത്. ഓക്കെ, ഒന്ന് റെഫറൻസ് പിക്കിൻ്റെത് കളർ കൂട്ടിയിട്ട് ഡ്രസ്സിൽ നിന്നും കളർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒപ്പാസിറ്റി കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് റെഫറൻസ് പിക്കിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് വെക്കണം. അപ്പോൾ അല്ലാതെ ഡ്രോയിങ് ഈ ഒരു സ്ക്രിബിൾ ആർട്ട് ചെയ്യുമ്പോൾ ലൈൻ ആഡ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല. അപ്പം പ്രത്യേകിച്ച് ഒപ്പാസിറ്റി കുറച്ചിട്ടാണ് വരക്കാറുള്ളത്. അപ്പോൾ റെഫറൻസ് പിക്കിൻ്റെ ഒപ്പാസിറ്റി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ലൈന് കാണില്ല ഈ ഒരു ലൈറ്റിൽ. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും സ്ക്രോൾ ചെയ്യുകയാണ്. അതൊരു 30 അല്ലെങ്കിൽ 35% ആഡ് ചെയ്തിട്ടാണ് സ്ക്രോൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ സംസാരങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ വീണ്ടും ഒപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്, 58 അടുത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഹൈലൈറ്റിങ് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് ഹൈലൈറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിം പ്രോസസ്സ് തന്നെ സൈഡ് ഭാഗത്ത് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഷർട്ടിലെ ഹൈലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഇനി ഫേസിലെ ലിപ്സിലേക്കും അതുപോലെ നോസിലെ ആ ഒരു റെഡ് കളറ്, ലിപ്സിലും നോസിലെയും റെഡ് കളറ്, അതുപോലെ ഐയിലെ ഒരു ഗ്രീനിഷ് ബ്ലൂ കളറും അതാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടി കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആകും. അപ്പോൾ നമ്മളിതുവരെ സ്ക്രിബിൾ ആർട്ട് ചെയ്ത ആപ്ലിക്കേഷൻസ് 1 IBIS പെയിൻറ്റിൽ ചെയ്തു, 2 സ്കെച്ച് ബുക്കിൽ ചെയ്തു, 3 ഇൻഫിനിറ്റി ഡിസൈനിൽ ചെയ്തു. ഇനി മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് അഡോബ് ഇല്ലസ്ട്രേറ്റർ. അപ്പോൾ അതിൽ നിന്നും നമ്മളൊരു സ്ക്രിബിൾ ആർട്ട് മേക്ക് ചെയ്യുന്നൊരു വീഡിയോയും ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുന്ന എല്ലാ റെഫറൻസ് പിക്കുകളും അതുപോലെ തന്നെ കളർ പാലറ്റുകളും ഒക്കെ ഇപ്പോൾ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഒരു ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ടെലിഗ്രാം ചാനലിൽ ടൈപ്പ് ചെയ്താൽ ലഭിക്കും, കാർട്ടൂൺസ് കളറിംഗ് എന്ന് ടൈപ്പ് ചെയ്താൽ ലഭിക്കും. ഇവിടെ വീഡിയോയ്ക്ക് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് നെയിം. അത് ടൈപ്പ് ചെയ്താൽ നേരെ നമ്മുടെ ചാനൽ വരും, അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചാനൽ ചോദിക്കാം. അതുപോലെ തന്നെ റെഫറൻസും ട്യൂട്ടോറിയലുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ അതിൽ
ട്യൂട്ടോറിയലിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ കളർ പാലറ്റുകളൊക്കെ മെയിനായിട്ട് ചോദിക്കുന്ന സാധനമാണ് കളർ പാലറ്റ്. അതൊക്കെ ടൈം ടു ടൈമായിട്ട് ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു ഗ്രീനിഷ് ബ്ലൂ കളറിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒപ്പാസിറ്റി കുറച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒപ്പാസിറ്റീൻ്റെ അളവ് കൂടി, കാരണം കളർ ഡാർക്ക് ആയതുകൊണ്ട് ഒപ്പാസിറ്റി ഒരു 45ലേക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡാർക്ക് കളർ ആകുന്നതിനനുസരിച്ച് ഒപ്പാസിറ്റി നമുക്ക് കൂട്ടാം കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വീണ്ടും ഒപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 100ലേക്ക് ഇട്ടിട്ട് ഒപ്പാസിറ്റി കുറയ്ക്കുകയാണ്. ഓക്കെ, ഇനി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കളർ ചെറിയ ചേഞ്ച് വരുത്തി. അപ്പോൾ ആ ഒരു കളറിന് തീരെ ഒപ്പാസിറ്റി കൂട്ടിയിട്ട് വരെ ആ ഒരു കളറ് ഹൈലൈറ്റിങ് ആകുന്നില്ല, അതുകൊണ്ടാണ് അത് മാറ്റിയത്. ഓക്കെ, കളറ് ഒന്ന് ലൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐയുടെ ആ ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി റെഡ് സെലക്ട് ചെയ്തു. ഇനി റെഡ് അപ്ലൈ ചെയ്യേണ്ട ഭാഗത്തൊക്കെ റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ഒപ്പാസിറ്റി കൂട്ടിയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു 80%, 85%ലേക്ക് ആഡ് ചെയ്തു. അതുപോലെ 100ലേക്ക് ആഡ് ചെയ്തു. അതുപോലെ സെയിം പ്രോസസ്സ് നോസിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെയ്യുന്നത് ഒരു 70-80%ലേക്കാണ് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഹൈലൈറ്റിങ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു 90%ലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ട്യൂട്ടോറിയൽ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ഒരു ലെയറും മെർജ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ പറയാൻ മറന്നു എന്നാണ്. ഇനി ഞാൻ ആ ഒരു പിക്ചർ അതിന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡോട്ടും കാര്യങ്ങളൊക്കെ ഇതിലുള്ള കളർ യൂസ് ചെയ്തിട്ട് തന്നെ ഇതിലേക്ക് ഡോട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കളർ വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗ്രീനിൻ്റെ ഭാഗത്ത് ഗ്രീൻ ആഡ് ചെയ്യുക. അതുപോലെ ഓറഞ്ചിൻ്റെ ഭാഗത്ത് ഓറഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. യെലോയുടെ ഭാഗത്ത് യെല്ലോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഡോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രിബിൾ ആർട്ട് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഇത് സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സൈഡിലായിട്ട് കാണുന്ന ഒരു ഏറോ മാർക്ക് കാണാം ഏറ്റവും സൈഡിൽ. അവിടെ നമുക്ക് സേവ് ആസ് PNG കൊടുക്കരുത്, നേരെ ബാക്ക് ടു മൈ ഗാലറി എന്ന് കൊടുക്കുക. ഓക്കെ, ബാക്ക് ടു മൈ ഗാലറി കൊടുത്താൽ കുറച്ച് പ്രോസസ്സാവും. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സേവ് JPG എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നമ്മുടെ ആ ഒരു ഫോട്ടോൻ്റെ PNG അല്ലാതെ ഫോട്ടോ ആയിട്ട് തന്നെ സേവ് ആകും. അപ്പോൾ IBIS പെയിൻറ് ഉപയോഗിച്ചുള്ള സ്ക്രിബിൾ ആർട്ട് ട്യൂട്ടോറിയൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഗൈസ്.